എൻ്റെ തന്നെയാണ് തല കിട്ടുന്നത്. ഇത് വിദേശത്ത് കൊണ്ടുവന്നൊരു പാമ്പാണ്. കണ്ട, ഇത് ഫ്ലവർ ഷോ ആയിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നാണ്. ഇങ്ങനെ 25ഓളം വിവിധ വെറൈറ്റി പെറ്റ്സുകളാണ് ഇവിടെ ഉള്ളത്. പൂക്കൾ മുമ്പ് എടുക്കട്ടെ. എന്നാ പൂക്കളുടെ ഇടയിലൂടെ അല്ലേ? എന്താ എന്നെ ആരും അറിയാത്തൊരു കാലഘട്ടത്തില് എന്നെ ഞാനാക്കിയ ഒരു പ്രധാന പൂവാണ് കേട്ടാ. ഇത് സൺഫ്ലവർ ആണ്. ഇത് അറബിപ്പഴം എന്ന് പറയും, ഷമാമാണ്. ഇവിടെ ഈ പോർഷനിൽ 8 വിളയായിട്ട് നമ്മൾ ചീര വെച്ചിട്ടുണ്ടായിരുന്നു, ബന്ദി വെച്ചിട്ടുണ്ടായിരുന്നു, ഷമാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കൃഷി രീതിയും പഠിച്ചു വളരെ അടിപൊളി സ്പോട്ടാണ്. ഫ്രഷ് ആയിട്ട് നിങ്ങളൊക്കെ കഴിക്കണുണ്ടല്ലോ, രാവിലെ കുക്കുംബറാണ്. ഇതിലൂടെ വിപ്ലവം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അത് മറ്റാരുമല്ല, വെറൈറ്റി ഫാർമർ സുജിത്താണ്. അദ്ദേഹത്തിന്റെ അർത്തുങ്കലുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്ലവർ ഷോയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ട്രിപ്പിളം ട്രാവലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് പച്ചക്കറിയിൽ വിപ്ലവം സൃഷ്ടിച്ചെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. പച്ചക്കറി മാത്രമല്ല, ഇപ്പൊ പൂക്കളിലും പുള്ളി കൈപിടിച്ചിരിക്കുകയാണല്ലേ, പല വെറൈറ്റി പരിപാടികൾ ചെയ്യുന്നുണ്ടല്ലോ. ഞാനിപ്പോ ഒരു 2020 പൂക്കൃഷിയിലേക്ക് വന്നത്. അന്ന് കഞ്ഞിക്കുലിലെ സൂപ്പർ ഹിറ്റ് പരിപാടിയായിരുന്നു. അപ്പൊ ഇത്തവണ നമ്മള് അർത്തിങ്കപ്പള്ളി പെരുന്നാളായിട്ട് ബന്ധപ്പെട്ട് 30-ാം തീയതി വരെ ഫ്ലവർ ഷോ സംഘടിപ്പിച്ചിരിക്കുന്നു. അപ്പൊ പണ്ടത്തെ പോലെ ആൾക്കാരൊക്കെ പുറത്തായിട്ട് ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ടൂറിസം ആയിട്ട് കണക്ട് ചെയ്ത്. കൃഷിയും ടൂറിസം കൂടെ കണക്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ അല്ലെ ആൾക്കാരിലേക്ക് കൂടുതൽ ആൾക്കാർ ഭയങ്കര ആകർഷിക്കാൻ പറ്റും, കൃഷി കാണാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. അപ്പൊ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു പുതിയ ആശയം കൂടെ നമ്മൾ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ ഇത്തവണ എനിക്ക് തോന്നുന്നത് പെറ്റ്സും അതുപോലെ തന്നെ പെറ്റ് ഷോയും മറ്റേ നഴ്സറിയും എല്ലാം ഭയങ്കര സെറ്റപ്പിലാണ്. അതെ, എല്ലാം ഞാനിപ്പോ ആദ്യം ചെയ്തപ്പോ ഫ്ലവർ മാത്രമാണ് ചെയ്തത്. അപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് കുറച്ചേ മാറ്റം വരുത്തി. കൂടുതൽ കാഴ്ചയിലേക്ക് ആൾക്കാർക്ക് ഇപ്പൊ എല്ലാ വിഭാഗങ്ങളും എല്ലാ പേരെയും നമുക്ക് ഇതിലേക്ക് ആശ്രയിക്കാൻ പറ്റും. ഇപ്പൊ പെറ്റ്സ് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്ലവർ ഇഷ്ടമല്ലാത്തവര് ആരെങ്കിലും ഉണ്ടാ? ആരും തന്നെ ഇല്ല. അപ്പൊ സ്ട്രെസ് കുറക്കാനും ഒരു ആശ്വാസം കിട്ടാൻ. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞ് ആൾക്കാർക്ക് എന്തെങ്കിലും മേടിക്കണമെന്ന് തോന്നും. അപ്പൊ അങ്ങനെയുള്ള സൗകര്യം നമ്മളിപ്പോ എറണാകുളത്ത് നഴ്സറിയും സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഈ മാത്രമല്ല, നമ്മുടെ ഈ രംഗാണ്ണനെയും അതുപോലത്തെ സംഭവമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെറ്റ്സും എല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോ എനിക്ക് പിള്ളേരാണെന്ന് തോന്നണല്ലോ. പിള്ളേർക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. അതല്ല, ഇപ്പോഴത്തെ കാലത്തെ വേറെ ടെക്നിക്കാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങളുടെ മക്കളായാലും ഒക്കെ പിള്ളേര് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ രക്ഷകർത്താക്കൾ പോകുന്നത്. അപ്പൊ പിള്ളേരുടെ മനസ്സറിഞ്ഞാണ് ഈ ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. അമ്മത്തല്ല, ഇപ്പൊ 80-90 വയസ്സുള്ള ആൾക്കാർക്ക് വരെ ഇവിടെ വന്നു കഴിഞ്ഞാല് എൻജോയ് ചെയ്യാം. ഞാനിവിടെ വന്നിട്ട് എല്ലാവരും തിരക്കുകയും ഇഷ്ടപ്പെട്ടാൻ തിരക്കും. പക്ഷെ ആൾക്കാർ ഹാപ്പിയാണ് എന്നുള്ളതാണ് സന്തോഷം അല്ലെ. ഇപ്പൊ പണ്ടത്തെ കാലത്ത് ഈ ഷോകളൊക്കെ കാണാൻ വേണ്ടി വലിയ ദൂരൊക്കെ വയനാടൊക്കെ പൂപ്പല്ലി അങ്ങനെ സ്ഥലമൊക്കെ പോകണമായിരുന്നു. പക്ഷെ നാട്ടിൻ പുറത്തൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകൾ വളരെ ചെലവ് ചുരുങ്ങി. ഇവിടെ നമ്മൾ 20 രൂപ എൻട്രി പാസ്സാണ് എടുക്കുന്നത്, മതി. അപ്പൊ അങ്ങനെ സ്ഥലത്തൊക്കെ നാട്ടിൻ പുറത്ത് ആർക്കും കാഴ്ചകൾ കാണാനുള്ള അവസരം നമ്മള് എനിക്ക് തോന്നുന്നു മുമ്പ് ഫ്ലവർ ഷോ കാണണമെങ്കിൽ മൂന്നാർ പോകണം, ഇല്ലെങ്കിൽ ഊട്ടി പോകണം, കൊടൈക്കനാൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിൽ നിന്ന് മാറി എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലേക്ക് ഇപ്പൊ വ്യാപിച്ചു. ഇപ്പം ഒരു വിദേശ കൾച്ചർ നമുക്ക് വന്നു തുടങ്ങി, ആൾക്കാർ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതനുസരിച്ചുള്ള കൃഷിയാണിത്. ഈ കാണുന്ന സ്ഥലത്ത് ഫുള്ളായിട്ട് ചേർക്കുന്ന ബന്ധിക്കും സൂര്യാന്തിക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതല്ല, ചൂണ്ടിട്ടുണ്ടാ? ഇല്ല, അവിടെ പോയി ഇട്ടുള്ള രണ്ടും കൂടെ. അപ്പൊ ആരതിക്കും എല്ലാം കൂടെ ഇവിടുത്തെ വീടിന്റെ മേളിൽ ആയിട്ടെന്ന് വെച്ചാൽ ഒരു ഡ്രോൺ വിഷ്വലി. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ കൂട്ടിക്കലർത്തിക്കൊണ്ട ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ നമ്മള് ഇപ്പം എത്രാം തീയതി വരെയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം? ഇപ്പൊ ജനുവരി 10 മുതൽ ജനുവരി 30 വരെയാണ്. 30 വരെ, രാവിലെ 10 തൊട്ട് രാത്രി 10 വരെ. അതാണ് നമ്മുടെ സമയം. ഇപ്പത്തല്ല, ഇവിടെ കഴിഞ്ഞ ദിവസം വന്ന് കിടന്നിട്ടേ ഞാനങ്ങോട്ട് ഉറങ്ങിപ്പോയി. ആണ് രാത്രി മഞ്ഞൊക്കെ ആകുമ്പോ ഭയങ്കരമായിട്ട് പ്രശ്നം. നല്ല തണുത്ത കാറ്റും നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു വൈബാണ് കേട്ടോ ഈ ഒരു സ്ഥലം. അത് മാത്രമല്ല, വേറെ പൂ കൃഷി ചെയ്യാൻ വേണ്ടി നമ്മള് ഈ വർഷത്തിൽ ഫുൾ ടൈം ഒരു 15-16 മണിക്കൂറാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്റെ ഒരു സ്ട്രെയിൻ ഇതിലൂടെ കുറയാണ് ചെയ്യുന്നത്. അതാണ് നമുക്കും ഒരു റിലാക്സ് ചെയ്യാനുള്ള. ഞാൻ രാത്രി കാലങ്ങളിലൊക്കെ 7 മണി തൊട്ട് 10-10 വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പകലൊക്കെ പല സ്ഥലങ്ങളിലും പോകും, കൃഷിയുടെ കാര്യങ്ങളിലൊക്കെ പോകും. ഇവിടെ രാത്രി കൊണ്ട് ചെലവഴിക്കും. രാത്രി എത്ര മണി വരെ നമുക്ക് ഷോ ഉള്ളത്? രാത്രി 10 മണി വരെയാണ് ഷോ ഉള്ളത്. കാരണം ഈ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു വൈകിട്ടാണ് ആൾക്കാർ. ഇപ്പോഴത്തെ കാലത്ത് പണ്ട് നൈറ്റ് വൈബ് കൂടുതലാണ്. ഇപ്പൊ എറണാകുളം, കോഴിക്കോടൊക്കെ അങ്ങനെയുള്ളൊരു കൾച്ചറിലേക്ക് എത്തി. ഇവിടെ ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ജോലിക്ക് പോകാതെ ആൾക്കാർക്ക് രക്ഷയില്ലാത്തൊരു കാലഘട്ടമാണ്. ഇപ്പൊ പണിക്ക് പോവാ,
ആസ്വദിക്കാവുന്ന രീതിയിലേക്ക് വന്നത്. അത് നല്ല രീതിയാണ്. ആൾക്കാര് പഴയ പോലെ ഇപ്പൊ കരുതി വെക്കുന്നില്ല. ഇല്ല വിദേശികളുടെ സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നു. ഈ 5 വർഷം കൊണ്ടല്ല, ഇനി ഫുള്ള് അങ്ങനെ ആയിട്ട് മാറും. കൊറോണ കാലത്തിന് ശേഷമാണ് ആൾക്കാർക്ക് മനസ്സിലായി കാര്യമില്ല, എപ്പോഴും പണി തരാം. എൻജോയ് ചെയ്യുക. പണ്ടത്തെ ആൾക്കാരൊക്കെ 80-90 വയസ്സുള്ള ആൾക്കാരൊക്കെയാണ് മരണപ്പെടുന്നത്. അവരൊക്കെ ആരോഗ്യമാരായിരിക്കും. പക്ഷെ ഇപ്പഴാ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മൊത്തം സ്ട്രെയിനും ടെൻഷനും ഒക്കെ കാലാവധി ഇപ്പൊ 40 അത് കഴിഞ്ഞാൽ തീർന്നു. അപ്പൊ ഉള്ള സമയത്ത് പരമാവധി എൻജോയ് മറക്കല്ലേ. അപ്പൊ അങ്ങനെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു സെറ്റപ്പ് പരിപാടി ഒരിടക്കാലാശ്വാസം കൊടുക്കാം. അപ്പൊ എന്തായാലും ഫാമിലി ആയിട്ട് നിങ്ങൾ ഇവിടെ വരിക. വന്നു കഴിഞ്ഞാൽ ഒരു 1-2 മണിക്കൂർ അല്ലേ, നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് നാളത്തേക്കുള്ള അല്ലേ ഒരു നമുക്കൊരു ഫ്രഷ് എയർ ഇവിടുന്ന് സമ്പാദിച്ചുകൊണ്ട് ഫ്രഷ് മൈൻഡ് ഉണ്ടായിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഈ സ്ഥലം വരുന്നത് തിരുവിഴ, അതായത് അർത്തുങ്കൽ 1.5 കിലോമീറ്റർ തെക്കോശായിട്ടാണ്. പെട്രോൾ പമ്പിന്റെ തൊട്ട് വടക്കോശം. ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അതിന് തൊട്ട് വടക്കോശമായിട്ടാണ് ഈ ഫ്ലവർ ഷോ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും സ്വാഗതം.